ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 പുറത്തിറങ്ങി മുകേഷ് ടൈറ്റിൽ റോൾ അഭിനയിച്ച ഒരു ഫാമിലി ഡ്രാമയാണ് ഫിലിപ്സ്. ഫിലിപ്സ് എന്ന ആളൊരു മധ്യവയസ്കനാണ്. അയാൾ ബാംഗ്ലൂരിലെ ഒരു റീറ്റെയിൽ ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ്. അയാളുടെ ഭാര്യ മരിച്ചതിനെ തുടർന്ന് 3 മക്കളായിട്ടുള്ള ബേസിൽ, ബ്ലെസ്സി, ബെറ്റി എന്നിവരെ ഒറ്റയ്ക്കാണ് നോക്കിക്കൊണ്ട് വരുന്നത്. മൂവിയുടെ നറേഷൻ നടത്തുന്നത് ബ്ലെസ്സി എന്ന അയാളുടെ മകളാണ്. അവൾ നമ്മളോട് റെയിൻബോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അതുപോലെ പറയുന്നുണ്ട്, ഈ ലോകത്ത് 2 ടൈപ്പ് ആളുകളാണ് ഉള്ളത്. ഒന്ന് മഴ നനയാതെ ഏതെങ്കിലും കൂരയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നവർ, പിന്നെ മഴ നനയുന്നവരും. ഇതിൽ അവരെ പഠിപ്പിച്ചിട്ടുള്ളത് ഏതെങ്കിലും കൂരയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടാനാണ് എന്ന് ബ്ലെസ്സി പറയുന്നു. ഫിലിപ്പിന്റെ മൂത്ത മകനെ കാണിക്കുന്നുണ്ട്. പുള്ളി ഒരു IT പ്രൊഫഷണലാണ്. ഇവരുടെ രാവിലത്തെ ഒരു റൊട്ടീനോട് കൂടിയാണ് മൂവി പ്രോഗ്രസ് ചെയ്യുന്നത്. ബാംഗ്ലൂരിലെ ഒരു ഫ്ലാറ്റിലാണ് ഇവർ താമസം. നമ്മുടെ നറേറ്ററായിട്ടുള്ള ബ്ലെസ്സി 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സ്കേറ്റ് ബോർഡിങ്ങിൽ താല്പര്യമുള്ള ഒരു പെൺകുട്ടിയാണ്. അമ്മയുടെ മരണത്തിന് ശേഷം അവൾ കുറച്ച് ഒതുങ്ങിക്കൂടിപ്പോയി. ആ വീട്ടിലെ ജോലികളെല്ലാം അച്ഛനും മകനും കൂടിയാണ് നോക്കിയിരുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫുട്ബോൾ ടീം ജയിച്ചാൽ ഇവർ തമ്മിൽ ടാസ്ക് സ്വിച്ച് ചെയ്യും. അതാണ് ഇവരുടെ റൂൾ. മുകേഷ് അവതരിപ്പിക്കുന്ന ഫിലിപ്പിൻ്റെ ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. പള്ളിയിലച്ഛനാവാൻ വേണ്ടി പഠിക്കുന്ന ടൈമിലാണ് ഷീബ എന്ന നഴ്സിനെ കണ്ടതും ഇഷ്ടമായതും. അങ്ങനെ അത് വിട്ട് ഷീബയുടെ കുട്ടികളുടെ അച്ഛനായി എന്ന് ബ്ലെസ്സി പറയുന്നുണ്ട്. 3ാമത്തെ കുട്ടിയായിട്ടുള്ള ബെറ്റിക്ക് ചെസ്സിനോട് വലിയ താല്പര്യമാണ്. ഇവർ 4 പേരും അങ്ങനെ സ്കൂളിലേക്കും ഓഫീസിലേക്കും വേണ്ടി ഇറങ്ങുന്നു. ഇവരുടെ നൈബറിൻ്റെ ഡോഗ് വലിയ ശല്യമാണ്. അങ്ങനെ ലേറ്റായി എങ്കിലും ഇവർ ഒരുമിച്ചാണ് പോകുന്നത്. ബ്ലെസ്സിക്ക് എക്സാമാണ്, എന്നാൽ അവൾ കോപ്പി അടിക്കുകയാണ്. ഇത് അവരുടെ ബെഞ്ച് ആയിട്ടുള്ള വിവേക് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ബേസിലിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കാണിക്കുന്നുണ്ട്, ഡോണ. ഇവർ 2 പേരും കൂടി ന്യൂസിലൻഡിലേക്ക് പോകാൻ പ്ലാൻ തയ്യാറാക്കിയിട്ട് നാളുകളായി. എന്നാൽ ബേസിൽ ഇത് ഫിലിപ്പിനോട് പറയാൻ സാധിച്ചിട്ടില്ല. ബേസിലും ഡോണയും നെയ്ബേഴ്സാണ്. ഇവരുടെ റിലേഷൻഷിപ്പ് ഫാമിലിക്ക് അറിയില്ല. ഇവരുടെ ഫാമിലി ഫ്രണ്ടാണ് ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്ന മണി എന്ന ക്യാരക്ടർ. മുകേഷ് തൻ്റെ അങ്കിളിനെതിരെ വസ്തുവിന് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്ന കാര്യം അവർ പറയുന്നുണ്ട്. സെറ്റിൽമെൻറ്റിന് അയാൾ തയ്യാറാകുന്നില്ല. ഈ വസ്തു തൻ്റെ മക്കൾക്കുള്ളതാണ് എന്ന് മുകേഷ് പറയുന്നു. അങ്ങനെ ഒരു ദിവസം എക്സാമിന് കോപ്പി അടിക്കുന്ന ബ്ലെസ്സിയെ ടീച്ചർ പൊക്കി, കൂടെ പാവം വിവേകിനെയും. ഇതേ ദിവസം ബെറ്റി ക്ലാസ്സിന് ശേഷം പൈസ വെച്ച് ചെസ്സ് കളിക്കുന്നുണ്ട്. എല്ലാവരെയും ബെറ്റി തോൽപ്പിക്കുന്നു. പക്ഷേ ബെറ്റിയെ ലാസ്റ്റ് സ്കൂൾ മാറി വന്ന പുതിയ പെൺകുട്ടി തോൽപ്പിക്കുന്നു. ഇത് വീട്ടിൽ പറയുന്ന ബെറ്റി തനിക്ക് ഫേമസ് ചെസ് പ്ലെയർ ആയിട്ടുള്ള ഹാരിസ് അക്കാഡമിയിൽ പഠിക്കണം എന്ന് പറയുന്നു. എന്നാൽ അത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഗൂഗിളും യൂട്യൂബും നോക്കി പഠിക്കുവാൻ മുകേഷ് പറയുന്നുണ്ട്. മുകേഷ് ഡോണയുടെ അമ്മ പറഞ്ഞിട്ട് ഡോണയെ അവളുടെ റിലേഷൻഷിപ്പിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ അയാൾക്കറിയില്ല അത് തൻ്റെ മകനുമായിട്ടാണ് എന്നത്. എന്നാൽ ഡോണ അത് കേൾക്കുന്നില്ല. ബ്ലെസ്സി കോപ്പി അടിച്ച കാര്യം മുകേഷ് അറിയുന്നു. ഷെൽഫിൽ നിന്നും ബുക്ക് എടുക്കാൻ നോക്കുമ്പോൾ പൊട്ടിയ ഗ്ലാസ് കൊണ്ട് ബ്ലെസ്സിയുടെ കൈ മുറിയുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ഒരു മലയാളി നഴ്സിനെ ഇവർ പരിചയപ്പെടുന്നുണ്ട്. ന്യൂസിലൻഡിൽ പോകണം എന്ന കാര്യം ബേസിൽ മുകേഷിനോട് പറയുമ്പോൾ മുകേഷ് അത് എതിർക്കുന്നു. പിന്നീട് ഒരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് വിവേകിനെ കാണുന്ന ബ്ലെസ്സിക്ക് വിവേകിൻ്റെ ക്യാരക്ടറിനോട് ഒരിഷ്ടം തോന്നുന്നു. അങ്ങനെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് പതുക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ആവുന്ന ടൈമിൽ നമ്മുടെ ബ്ലെസ്സിയുടെ കുടുംബത്തിനെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്ന ആ ഡോഗിനെ, അവരുടെ നെയ്ബറിൻ്റെ ഡോഗിനെ ബ്ലെസ്സി വിവേകിന് ഗിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ബെറ്റി ഹാരിസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അവിടെ മിസ്റ്റർ ഹാരിസിൻ്റെ ക്ലാസ് ഇല്ല എന്ന് മനസ്സിലാക്കിയ ബെറ്റി അവിടെ പഠിക്കണമെന്ന വിഷ് വേണ്ടാന്ന് വെക്കുന്നു. പൈസ വെച്ചിട്ടാണ് ബെറ്റി ചെസ്സ് കളിക്കുന്നത് എന്ന് ഫിലിപ്പിന് മനസ്സിലാകുന്നു. അങ്ങനെ ബെറ്റിയുടെ ചെസ് ബോർഡ് ഫിലിപ്പ് എടുത്ത് വെക്കുന്നു. ബട്ട് സ്പോർട്സ് മീറ്റിന് വേണ്ടി ബേസിൽ അത് ബെറ്റിക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്പോർട്സ് മീറ്റ് നടക്കുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം സ്പോർട്സ് മീറ്റ് നിർത്തി വയ്ക്കുകയാണ്. എന്നാൽ മഴയൊന്നും വകവയ്ക്കാതെ സ്കൂൾ അതോറിറ്റി സ്പോർട്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ മഴ പെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്പോർട്സ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വിവേക് ഷോട്ട് പുട്ട് എറിയുന്ന ടൈമിൽ അത് ബെറ്റിക്ക് നേരെയാണ് കൊള്ളുന്നത്. ബെറ്റി സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ബെറ്റി കോമയിലേക്ക് പോയി. ഇവിടെ ആ കുടുംബം മുഴുവൻ തകർന്നു പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷൻ. അങ്ങനെ ഫിലിപ്പ് സ്കൂളിനെതിരായി കേസ് കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ വീഴ്ചയാണ് ഇങ്ങനെ ബെറ്റിക്ക് സംഭവിക്കാൻ കാരണമായത്. ഫിനാൻഷ്യലി അവർ വളരെ ടൈറ്റ് ആകുന്നു. ഒരു സെറ്റിൽമെൻറ്റിനും ഫിലിപ്പ് തയ്യാറാകുന്നില്ല. എന്നാലും അങ്ങനെ ഒരു ദിവസം ബേസിലും ഫിലിപ്പും തമ്മിൽ പൈസയുടെ കാര്യം പറഞ്ഞിട്ട് തർക്കമാകുന്നു. അങ്ങനെ അവർ തമ്മിൽ തെറ്റുകയാണ്. ഇതിൻ്റെ ഇടയിലും ചെറിയ ചെറിയ പ്രോഗ്രസ് ഒക്കെ ബെറ്റി കാണിക്കുന്നുണ്ട്.
എല്ലാവരും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കേസ് നടക്കുമ്പോൾ വിവേകും ആ കേസിൽ ഉൾപ്പെട്ടു പോകുന്നു. അത് അവനെ മെൻ്റലി ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വിവേകിൻ്റെ അച്ഛൻ ഫിലിപ്പിനെ കണ്ട് കേസ് വിഡ്രോ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നാൽ ഫിലിപ്പ് തയ്യാറാകുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ബേസിൽ ഈ തിരക്കിനിടയിൽ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് കാരണം അവൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. ഈ വിഷമത്തിൽ ഡോണയുമായി ബേസിൽ തെറ്റുന്നുണ്ട്. മണി എന്ന ഇന്നസെൻ്റ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ മുകേഷിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അയാളുടെ കാറ് പോലും മുകേഷിന് വേണ്ടി വിൽക്കുന്നുണ്ട്. ബേസിൽ ന്യൂസിലൻഡിലേക്ക് പോകാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ ഹോസ്പിറ്റലിൽ നിന്നും ബ്ലസ്സി വിളിക്കുന്നുണ്ട്. അർജൻറ്റായി അവിടെ എത്തണം എന്ന് ബ്ലസ്സി പറയുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നു ബേസിൽ. ബില്ലെല്ലാം അടച്ച് കേസ് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുമ്പോൾ മുകേഷിൻ്റെ മൈൻഡിലേക്ക് ഒരു തോട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിനും വലുത് തൻ്റെ മകളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നു. അങ്ങനെ അയാൾ കേസുകളെല്ലാം വിഡ്രോ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ വിവേകിനും ഒരു പുതിയ ലൈഫ് കിട്ടി. ബേസിൽ ന്യൂസിലൻഡിലേക്ക് പോകാൻ ഫിലിപ്പ് സമ്മതിക്കുന്നു. ബെറ്റിയുടെ ബർത്ത്ഡേക്ക് അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ ഇവർ തീരുമാനിക്കുന്നു. അവളുടെ ഐഡലായിട്ടുള്ള ഹാരിസിനെ വിളിക്കുന്നു. എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ അയാൾക്ക് വരാൻ സാധിക്കുന്നില്ല. എന്നാലും ഫിലിപ്പും മണിയങ്കിളും എല്ലാവരും കൂടി ചേർന്ന് ഇവളുടെ ബർത്ത്ഡേ അടിപൊളിയായി ആഘോഷിക്കുന്നു. ബെറ്റിക്ക് പ്രോഗ്രസ് ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് ഫിലിപ്പും ബെറ്റിയും നാട്ടിലേക്ക് ഷിഫ്റ്റ് ആകാൻ തീരുമാനിക്കുന്നു. ബ്ലസ്സി ബാംഗ്ലൂരിൽ പഠിക്കാനും. എന്നാലും ഇവരുടെ ഇടയിൽ ഇപ്പോഴും ആ പഴയ സ്നേഹവും ഊഷ്മളതയും നമുക്ക് വേണമെങ്കിൽ പഴയതിനേക്കാൾ കൂടുതലുണ്ടെന്ന് പറയാം. അവരെല്ലാവരും ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ മൂവി ഇവിടെ എൻഡ് ആവുകയാണ്. മൂവി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത എക്സ്പ്ലനേഷനായിട്ട് വരാം. അതുവരെയ്ക്കും സീ യാ.